ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ചിത്രാ പൗർണമി മഹോത്സവം മെയ് 12-ന് കേരള തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം കുമളിയിൽ ചേർന്നു. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ മംഗളാദേവി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി മഹോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് ഉദ്യോഗസ്ഥ യോഗത്തിൽ തീരുമാനമായത്. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെയും തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. ഉത്സവ ദിവസം രാവിലെ 6 മണി മുതൽ 2:30 വരെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക. വൈകുന്നേരം 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ല. ഭക്തരുടെ സുരക്ഷയ്ക്കും ക്ഷേത്രത്തിന്റെയും വനത്തിന്റെയും പരിപാവനതയ്ക്കും മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹാർദ്ദ ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഉത്സവ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് കുമളിയിൽ നിന്ന് ട്രിപ്പ് വാഹനങ്ങൾക്ക് സൗകര്യമൊരുക്കും. 18,000 മുതൽ 20,000-ഓടടുത്ത് ഭക്തർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇരു ജില്ലാ ഭരണകൂടങ്ങളും ഉള്ളത്. കാൽനടയായും ക്ഷേത്രത്തിലേക്ക് പോകാം. 13 പോയിന്റുകളിൽ കുടിവെള്ളം ഒരുക്കാനും തീരുമാനമായി. കുടിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ ജലസേചന വകുപ്പിന് നിർദ്ദേശവും നൽകി. ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കാൻ ഫയർഫോഴ്സിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു വകുപ്പുകളും കൃത്യമായ ഏകോപനം നടത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ്, ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആനന്ദ്, തേനി DFO ആർ സമർദ്ദ, ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനം, ഇടുക്കി.